മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 639 പുരുഷ വോട്ടർമാരും 742 സ്ത്രീ വോട്ടർമാരും അടക്കം 1381 വോട്ടർമാരുള്ള മൂന്നാം വാർഡായ കരുവന്നൂർ വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് കിഴക്കേ പുഞ്ചപ്പാടം മുതൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡ് വരെയും, കിഴക്കേ പുഞ്ചപ്പാടം മുതൽ ചിത്രവള്ളി പാടശേഖരം വരെയും, തെക്ക് ചിത്രവള്ളി പാടശേഖരം മുതൽ കൂടാരം ചർച്ച് റോഡ് വഴി ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡ് വഴി തേലപ്പിള്ളി സെന്റർ കൂടി സ്റ്റേഡിയം റോഡിൽ പുഴയോരം റോഡിലേക്കുള്ള വഴി വരെയും, പടിഞ്ഞാറ് സ്റ്റേഡിയം റോഡിൽ നിന്നും കരുവന്നൂർ പള്ളിയുടെ പുറകുവശത്തു കൂടിയുള്ള പാരിഷ് ഹാൾ റോഡ് വഴി പുത്തൻതോട് കൂടി ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡ് വഴി കൃഷിഭവൻ റോഡ് വരെയുമാണ് അതിരുകൾ. LDF സ്ഥാനാർത്ഥിയായി അൽഫോൺസ തോമസ്, NDA സ്ഥാനാർത്ഥിയായി സന്തോഷ് കൊഞ്ചാത്ത്, UDF സ്ഥാനാർത്ഥിയായി സിജോ ആന്റണിയുമാണ് ജനവിധി തേടുന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് ഒരു മാറ്റം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളും അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ പ്രവർത്തന മേഖലകൾ, കാരണം മാറി മാറി വരുന്ന 3 ചെയർപേഴ്സൺമാർ, അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കുറവ് നമ്മുടെ നാടിനെ, ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണം എന്നാണ് LDF ആഗ്രഹിക്കുന്നത്. ഒരു ഭരണം നല്ല രീതിയിൽ നടത്താനായിട്ട് LDFന് സാധിക്കും. അതിനുള്ളൊരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ നഗരസഭ 5 വർഷത്തെ ഭരണം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നമ്മുടെ റോഡുകളുടെ കാര്യം. ഏറ്റവുമായി തന്നെ റോഡുകളുടെ തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് എല്ലാ ഭാഗങ്ങളിലും നമുക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് കഷ്ടത്തിലൂടെയാണ് പോയിരുന്നത്. മറ്റുള്ള നാടുകളിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പഞ്ചായത്തുകളും എല്ലാം നോക്കുമ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി മാത്രമാണ് ഇത്രയും ശോചനീയമായ അവസ്ഥയിലുള്ള റോഡുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പോയിരുന്നത്. അത് ജനങ്ങളെ ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ കുടിവെള്ളത്തിനെ കുറിച്ചിട്ടാണ് നമുക്കുണ്ടായിരുന്നത്. അതെല്ലാം ഒരുവിധം ഒക്കെ തീർന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ വീട്ടിലേക്കുള്ള വെള്ളം എത്തിക്കാനുള്ള ഒരു സജ്ജീകരണമാണ് നമുക്ക് ഏറ്റവും ആദ്യം ഇവിടെ വേണ്ടത്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വീടുകളൊക്കെ മാറ്റം വന്നു. വീടുകളെല്ലാം നമ്മൾ PMAY ലൈഫ് പദ്ധതി പ്രകാരം അനുസരിച്ച് എല്ലാ ആധാരമുള്ള സ്ഥലങ്ങളെല്ലാം നല്ല വീടുകളാക്കി നിർമ്മിക്കൽ കഴിഞ്ഞു. അതുപോലെ തന്നെ കുടിവെള്ളം, അതുപോലെ പെൻഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഈ 15 വർഷക്കാലം കൊണ്ട് ഈ വാർഡിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ വികസനം തന്നെയാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട, ലോകം മുഴുവൻ അംഗീകരിച്ചുള്ള ഒരു വികസനമാണ്. പിന്നെ പ്രത്യേകിച്ച് കരുവന്നൂർ കോപ്പറേറ്റീവ് ഒരു വിഷയം, അത് വലിയൊരു വിഷയം തന്നെയാണ്. കരുവന്നൂർ കോപ്പറേറ്റീവ് എനിക്ക് തോന്നുന്നില്ല LDF ഇവിടെ ഒരു വാർഡിൽ പോലും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒരു വാർഡിലും ജയിക്കാൻ സാധ്യതയില്ല, ജയിക്കാൻ പാടില്ല. കാരണം ഇവിടെ ഈ കരുവന്നൂരിലെ പൈസ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മുന്നിൽ കൂടെ കൊട്ടി ഞങ്ങൾ ജയിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്തോ അപകാശമായിരിക്കും. കേരളം മുഴുവൻ അത് പാട്ടാക്കും. എല്ലാ ജനങ്ങൾക്കും ഇതൊക്കെ അറിയാം. കേരളം മുഴുവൻ പാട്ടാക്കും ഞങ്ങൾ കരുവന്നൂർ പിടിച്ചെടുക്കുന്നു, കട്ടിട്ട് പറ്റിച്ചും തട്ടിച്ചും എടുത്ത പൈസ കൊണ്ട് വീണ്ടും ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ജയിക്കാനായിട്ട്. വളരെ മോശമായിരുന്നു വികസനം എന്ന് പറയുമ്പോൾ. നല്ല നല്ല നാളേക്കുള്ള വികസനങ്ങൾ വേണം, അടുത്ത തലമുറയ്ക്കുള്ള വികസനം വേണം. അല്ലാണ്ട് റോഡ് ടാർ ചെയ്ത് അതിന് മുന്നിൽ കൂടെ വീണ്ടും കുറച്ച് ടാർ കൊണ്ട് ഒഴിച്ചു, അല്ലെങ്കിൽ ലൈറ്റ് മാറ്റി അതിൻ്റെ കിടക്കി വന്ന് നിൽക്കുക. നല്ല വികസനം. പോസ്റ്റ് ലൈറ്റ് മാറുമ്പോൾ പോസ്റ്റിന് കിടക്കി വന്ന് നിന്ന് സ്ഥാനാർത്ഥി വന്ന് നിൽക്കുക, അല്ലെങ്കിൽ കൗൺസിലർ വന്ന് നിൽക്കുക. അതല്ല വികസനം വേണ്ടത്. നാളേക്ക് എന്നുള്ള ചിന്തയിൽ വികസനം വേണം അല്ലേ? ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് വികസനങ്ങൾക്ക് നാളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസനങ്ങളാണ്. ഇവിടുത്തെ നാളേക്കുള്ള എന്ത് വികസനമാണ്? പുഴയുടെ കാര്യം നോക്കും, അല്ലെങ്കിൽ റോഡിൻ്റെ കാര്യം ചോദിച്ചു. ഈ റോഡ് പണി നടന്നപ്പോൾ ഈ റോഡിൽ കൂടെ തൃശ്ശൂർക്കും കൊടുങ്ങല്ലൂർക്കും പോകാനായിട്ട് ഞാനൊരു വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം അത്ര ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു എന്നുള്ളത്. ഇതൊന്നും നടന്നിട്ടില്ല വികസനങ്ങൾ. പിന്നെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയുള്ള അങ്ങനെ വലിയ കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വരില്ല. ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നില്ല. ഇപ്പം നമ്മൾ പത്രങ്ങളിലും കാര്യങ്ങളൊക്കെ വായിക്കുന്നതാണ്. എല്ലാ മേഖലയും തകർച്ചയാണ്. തകർച്ച എന്ന് പറഞ്ഞാൽ പിന്നെ ശുചീകരണം ഇല്ല.
ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കുടിവെള്ളം ഇപ്പോഴും എത്താത്തതുണ്ട്. ഞാൻ 15 വർഷം എടുത്തിട്ട് നമ്മളിവിടെ ഒരു ബോയം കോളനി എന്നൊരു കോയിനുണ്ട്, അവിടെ ഇപ്പോഴും പൈപ്പ് വന്നിട്ടുള്ളൂ. 15 വർഷം ഇപ്പോൾ പറയണേ ഞാൻ വന്നില്ലെങ്കിൽ അവിടുത്തെ കൗൺസിലർ പറഞ്ഞു ഞാൻ വന്നില്ലെങ്കിൽ അടുത്ത വട്ടം വെള്ളം വരില്ല കേട്ടോ. 15 കൊല്ലമായി എന്നിട്ട് ഇപ്പോഴും പറയുന്നതാ എന്നെ ജയിപ്പിക്കണം വെള്ളം കിട്ടണമെങ്കിൽ. പഠിക്കാത്തിക്ക് പൈപ്പ് ഇപ്പോൾ 15 വർഷത്തിന് ശേഷമാണ് പറയുന്നത്. 1-2 വർഷമല്ല, 5 വർഷത്തെ കൗൺസിലല്ല, 3 ടൈം കൗൺസിലായി. 4ാമത്തെ വട്ടമാണ്, 20ാമത്തെ വർഷമാണ്. അതിന് മുന്നാൾ നിന്നിട്ടുള്ള ആളാണ്. അങ്ങനെ 20ാമത്തെ വർഷത്തിലുള്ള ആൾ പറയുന്നതാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ നമ്മൾ ക്ലസ്റ്ററായിട്ട് തിരിച്ചു. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു ടാറ് കൊണ്ട് അവിടെ ഒഴിക്കുക അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഓട്ടടിക്കുക പരിപാടിയല്ല. ഇതിപ്പോൾ നമ്മളിവിടെ 15 വർഷമായിട്ട് ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വികസനമാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുടിവെള്ള പ്രശ്നം വരുന്നുണ്ട്, പിന്നെ ആ കൂടാരം ഭാഗത്തൊന്നും വെള്ളമില്ലാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആ കിണർ, അവിടെ ഒരു വറ്റാത്തൊരു കിണറുണ്ട്, അവിടെ നിന്ന് പൈപ്പ് വഴി നമുക്ക് വെള്ളം കൂടാരത്തേക്ക് എത്തിയാനുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യും. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ റോഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. റോഡിൻ്റെ നടുക്കിൽ പോസ്റ്റ് നിൽക്കുന്ന ഒരു സംഭവം കുറച്ച് ആൾക്കാർ പരാതി പറഞ്ഞു, അത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഇത്ര നാളായിട്ട് അത് ചെയ്തിട്ടില്ല. ഓരോ ഭാഗങ്ങളിൽ കിടക്കുമ്പോഴാണ് പരാതികൾ മാത്രം ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയായത് ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പിന്നെ മുനിസിപ്പാലിറ്റി കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് മുനിസിപ്പാലിറ്റിക്ക് ജനങ്ങൾ വരാതെ അത് നമ്മൾ തന്നെ ചെയ്ത് അത് അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭ ഭരണം നമ്മുടെ UDFൻ്റെ ഭരണമാണ്. അത് അടിപൊളി ഭരണം തന്നെയാണ്, അതിനെന്തെങ്കിലും മാറ്റമുള്ള ഒരു മാറ്റമില്ല. അത് നല്ലൊരു ഭരണമായിട്ട് തന്നെ അത് കണക്കാക്കണം. റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, സാങ്കേതികമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ തടസ്സം, അങ്ങനെയൊക്കെ തടസ്സങ്ങൾ കാരണം അത് നീണ്ടുപോയി. എങ്കിൽ പോലും അതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നമാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത്, കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞത്. കുടിവെള്ളം ശരിക്കില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അത് നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. അത് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതല്ല, അവർക്ക് എത്തിച്ചു കൊടുക്കും, എങ്ങനെയായാലും എത്തിച്ചു കൊടുക്കും.